അപ്പൊ ഉമ്മ എങ്ങനെ ഉണ്ടായിരുന്നു തൊപ്പിയിട്ട് സംസാരിച്ചിട്ട്? കുഴപ്പമില്ല, കുഴപ്പമില്ല, പാവമാണ്. പാവമാണ്. നേരിട്ട് കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വരാന്ന് പറഞ്ഞു. ഒരുപാട് ഇതുപോലെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടം അല്ലെ? ഇവിടെ കുറെ 2 പേരക്കുട്ടികളെ കൂടാതെ ഇപ്പൊ ഒത്തിരി കൊച്ചുമക്കളും മക്കളും 5 പേരക്കുട്ടികളുണ്ട്. ഉണ്ട്. മോൾക്ക് 2 പേരുണ്ട്. മോളിപ്പോ കണ്ണ് ചെറുതായിട്ടൊരു ഇത് വന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കും. അപ്പൊ അത് പിന്നെ അതിന് 2 പെൺപിള്ളേര്, അതിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ മൂത്ത മോനിക്ക് ഒരു പെൺകുട്ടിയുള്ളൂ. അതിൻ്റെതും കഴിഞ്ഞ 2 പിള്ളേരുണ്ട്. അതിൻ്റെതും കഴിഞ്ഞ 2 പിള്ളേരുണ്ട് ആ കുട്ടി. ഇവിടെ ഉള്ളത് മാത്രം കെട്ടാനും കെട്ടിക്കാനൊക്കെ ഉള്ളു. ഇവരിക്കാണ് ഭയങ്കര ഇഷ്ടം എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കണമെന്നുള്ളത്. എന്താണ് ഈ കുറ്റം പറഞ്ഞവരൊക്കെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ഉയർത്തണമെന്നുള്ള ഇത് ചിന്ത വിരിക്കാനുള്ളു. അങ്ങനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ പണ്ടാളുകള്? കുറ്റം പറഞ്ഞ നിസ്കരിച്ച് ചോദ്യമൊക്കെ ഒരു ഭാഗത്തിരുന്നാ പോരെ, ഇതിനൊക്കെ നിക്കണം, ഈ നല്ല പാട്ടുകാരെയൊക്കെ കളിയാക്കണം. അപ്പൊ എല്ലാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിച്ചു പോണത് അല്ലേ? ഇപ്പൊ ഓരോ പാട്ടിനൊക്കെ കളിയാക്കിയൊക്കെ ഓരോരുത്തർ പാടേം അവരെ സ്വരമൊക്കെ മാറ്റിയൊക്കെ പറയാൻ പിടിക്കുകയൊക്കെ ചെയ്യല്ലേ. മിമിക്രിക്കാരൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ. നമ്മളിപ്പോ ഇത് പറഞ്ഞാലും ഇതൊക്കെ ആളുകളൊന്നും ചിരിക്കൂലേ അല്ലേ? നമുക്കിപ്പോ എന്തോരാളുകളെ സപ്പോർട്ട് ഉണ്ടല്ലേ ഇങ്ങനെ ചെയ്തില്ലേ. അപ്പൊ അങ്ങനെ അവരെയൊക്കെ ചിരിപ്പിക്കണം. ശരിക്കും വെറുതെ പറയുന്നതാ, പ്രായമായി കഴിഞ്ഞാല് ഓതിക്കൊണ്ട് വീട്ടിൽ ഇരിക്കണം. ഓതലിപ്പോ നമസ്കാരമൊക്കെ കഴിഞ്ഞു അസറാവുമ്പോ അസർ നമസ്കരിക്കണം. അത് ചിലപ്പോ ഇത്തിരി വഴുകും. ഇങ്ങനെയൊക്കെ കഴിയുമ്പോ ചിലപ്പോ അത് വേണം. എന്നാലും നമ്മൾ അത് മാത്രമല്ല, ഇങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്യാലോ. അത് തന്നെ. ഞാൻ ഇത്രയും കാലം വരെ ജോലികൾക്ക് പോയിട്ടുണ്ട്. ഞാൻ ജനറൽ ആസ്പത്രിയിൽ ഒരു 7 കൊല്ലം ക്ലീനിങ് എടുത്തു. പിന്നെ ഒരു 10-17 കൊല്ലം പേക്ക് ചെയ്ത് ഫോർട്ട് കൊച്ചി അറിയപ്പെടുന്ന കടയാണ് ഫോർട്ട് കൊച്ചിയിൽ. ഹോട്ടലിൽ എന്താണ് പ്രീതി സ്റ്റോർ എന്ന് പറയും. അവിടെ ഒരു 10-11 കൊല്ലം പേക്ക് ചെയ്ത്. പിന്നെ മട്ടാഞ്ചേരിയിൽ ഒരു മിനിക്കോ സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു. അവിടെ 8 കൊല്ലം ജോലി ചെയ്ത്. പിന്നെ മുളക് പൊടി 2-3 കൊല്ലം പേക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ പിള്ളേര് ചെറുതാണ്. ഇപ്പൊ എനിക്ക് നടന്നൊന്നും എവിടെയൊക്കെ അങ്ങനെ പോകാൻ വയ്യാത്തോണ്ട് ഇരിപ്പായപ്പോഴാണ് ഞാൻ ഓർത്തത് വെറുതെ ഇവിടെ കുത്തിയിരുന്ന് ഒരു പൂച്ച ഉണ്ടായിരുന്നു. അത് പട്ടി അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് പട്ടി പിടിച്ചു. അപ്പൊ അത് പോയി. അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ ഓരോ പാട്ടുപാടി ഫോണിലിട്ട് 10 ദിവസത്തിന്റെ ഉള്ളിൽ വൈറലായപ്പോ ഞാൻ ഓർത്ത് വൈറലായില്ലെങ്കിൽ ഞാന് വെറുതെ ഇങ്ങനെ പാടി ഫോണിലിടലുണ്ടാവുള്ളൂ. വൈറലായി ഇങ്ങനെയൊക്കെ ആയപ്പോ ഞാൻ ഓർത്തേ എവിടം വരെയൊക്കെ എത്തൂന്ന് നോക്കാലോ. എന്തായാലും വൈറലായി. എങ്ങനെ എവിടം വരെ എത്തൂന്നൊന്ന് നോക്കാം എന്നുള്ള ഇതിൽ അങ്ങനെ പാടി 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 പാടി. അപ്പൊ ആരെങ്കിലും ഒക്കെ എനിക്കൊരു പാട്ട് ഇടാൻ തരും. ഏതെങ്കിലും സ്റ്റുഡിയോന്ന് വിളിച്ചിട്ടാ എല്ലാ പരിചയമുള്ള ഇതേപോലെ നമ്മളിത് കാണുന്ന ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പിടിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ അവര് അങ്ങനെയൊക്കെ ഓണത്തിന് 2 പാട്ട് കിട്ടി പാടാന് പൈസ തരാറുണ്ടോ? എല്ലാരും പൈസയൊക്കെ തരാറുണ്ട്. ഇപ്പൊ ലുലുമാളിൽ വിളിച്ചിട്ടും പൈസയൊക്കെ തന്നിരുന്നു. ലുലുമാളിന്റെ അവിടെ വിളിച്ചിട്ടും തന്നിരുന്നു. അമ്മയ്ക്ക് ഒരു കുഞ്ഞു വരുമാനവും കൂടെ. അത് തന്നെ, ചെറിയൊരു വരുമാനം. ഇതിന്നൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല. യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. അത് കിട്ടും. നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടും. ഇപ്പൊ എത്ര ഫോളോവേഴ്സ് അതൊക്കെ നോക്കാറുണ്ടോ? ഫോളോവേഴ്സ് ഇപ്പൊ 24 കഴിഞ്ഞ് 25 ആകാനായി. 25,000 10,000 ആദ്യത്തെ കഴിഞ്ഞല്ല. പിന്നെ 1-2 തുടങ്ങിയിട്ട് 25 ആകാറായി. 24 മേലെ ആയിട്ടുണ്ട്. 24 ആയിട്ടുണ്ട് തോന്നുന്നു. 2K വല്യമാന്നായിരുന്നല്ലേ ഇപ്പൊ 4 ആയിട്ടുണ്ട്. 24 ഓക്കെ. 2K വല്യമാന്ന് ഉദ്ദേശിച്ചത് അതല്ല, 2000 ജനിച്ച കുട്ടികളാ 2K. അപ്പൊ ഇപ്പോഴത്തെ പോലെ ഇങ്ങനെ നിക്കുന്ന വല്യമ്മ അതങ്ങനെ പറയുന്നത്. ഇപ്പൊ ഇത്ര അറിയുന്ന വല്യമ്മ ഏതുണ്ട് വേറെ? ഇവിടെ വേറെ കൂട്ടുകാർക്കൊക്കെ അറിയാവോ ഇങ്ങനെ ഇത്രയും ടെക്നോളജികളൊക്കെ ഫോൺ നോക്കാനും ഒക്കെ അറിയാവോ? അറിയില്ല. ഈ ഇൻസ്റ്റയിലെ ഈ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മെസ്സേജ് ഒക്കെ അയക്കും ആരെങ്കിലും? മെസ്സേജ് ഇടയ്ക്കൊക്കെ ഓരോരുത്തര് വിടാറുണ്ട്. എന്താ മെസ്സേജ് കൂടുതലും വരുന്നത്? ഉമ്മായി കാണണം അങ്ങനെയൊക്കെ പറയാറുണ്ടോ? എല്ലാം കൊള്ളാം അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയും. ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ആളുകൾ തിരിച്ചറിയാറുണ്ടോ? ഇപ്പൊ തിരിച്ചറിയാറൊക്കെ ഉണ്ട്. ആണോ? എന്താ പിള്ളേരൊക്കെ എന്നെ കാണുമ്പോ ഞങ്ങൾക്കൊരു പാട്ട് പാടി തരുമെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും റോഡിലല്ലേ കണ്ടിട്ട് പാടണ്ടേ, എന്നാലും കിട്ടണത് 2 വരിയൊക്കെ ചിലപ്പോ പാടിക്കൊടുക്കും. പിന്നെ എനിക്ക് വല്ല ടെൻഷനൊക്കെയാണ് ഞാൻ പറയാം. എനിക്ക് ഇപ്പൊ പാടാൻ പറ്റില്ല, ഇത്തിരി ടെൻഷനിലാണ് എന്ന് പറയും. അപ്പൊ നോർമലി ഇപ്പൊ ഉമ്മ പണ്ടൊക്കെ പണിയൊക്കെ ആയിരുന്നു, ഇപ്പൊ പണിയൊന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കുമ്പോ പാട്ട് പാടുക,
ഇരിക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ ഒരു പരിപാടി. എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കുമല്ലേ, തുടക്കാൻ പറ്റിയ തുടക്കേ, അല്ല അടിക്കാൻ പറ്റിയെങ്കിൽ അടിച്ചു വരെ എന്തെങ്കിലും അങ്ങനെ അങ്ങനെ. ഈ വീട് വന്ന് ഞങ്ങൾ കണ്ടപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട്. അതായത് ഒരു പഴയ തറവാട്, പഴയ തറവാടാണ് ഇത്. എന്റെ കാർന്നോരുടെ 50 കൊല്ലത്തിന് മേലെ ഈ വീടെടുത്തിട്ട് ഇപ്പൊ അതിന്റെ ഇളയ മോനാണ് ഇപ്പൊ അതിന്റെ കയ്യിലാണ് ഇത്. എല്ലാരെയും കെട്ടിച്ചൊക്കെ വിട്ട് എല്ലാരും സുഖമായിട്ടൊക്കെ താമസിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ വീട് ഇപ്പൊ ലാസ്റ്റ് വാടക കൊടുക്കലായിരുന്നു, 1 10 വാടക കൊടുക്കലായിരുന്നു. അപ്പൊ എപ്പോഴെങ്കിലും പണയത്തിന് കൊടുക്കുമ്പോ നമുക്ക് തരണമെന്ന് പറഞ്ഞപ്പോ അത് ഇപ്പൊ 3 കൊല്ലായി കഴിഞ്ഞിപ്പോ ഇതില്. ഇനിയിപ്പൊ അടുത്ത കൊല്ലത്തോടുകൂടി ഇതിന്ന് മാറും. അവര് പറഞ്ഞിട്ടല്ല, ഞങ്ങക്ക് വേറൊരു കൂട്ടര് മോളിൽ പണിഞ്ഞു തരാന്നുണ്ട്. കപ്പലണ്ടി മുക്കില് ഇതിന്റെ 2 സ്റ്റോപ്പിന്റെ അപ്പുറത്തേക്കാണ്, ഇത്രയും വരണ്ട. അങ്ങോട്ട് കപ്പലണ്ടി സ്റ്റോപ്പിന്റെ അപ്പുറം ഒരു വഴിയുണ്ട്. അവിടെ നിന്നാണ് നേരെ അറ്റം വരെ എന്തെങ്കിലും ഇടത്തോട്ട് തിരിയണോണ്ട് ഒരു ഇടവഴി കയറുമ്പോ തന്നെ. അപ്പൊ അവിടെ ആ പെണ്ണ് മാത്രമേ ഉള്ളൂ. മോന് ഗൾഫിലാണ്, ഭർത്താവ് മരിച്ചത്. അപ്പൊ അതിനൊരു കൂട്ടായിട്ട് അവര് മോളിൽ പണിഞ്ഞു തരാന്ന് പറഞ്ഞൊക്കെയാണ്. ഉമ്മായിക്ക് ഇതേപോലെ ഈ കമന്റുകളൊക്കെ വരുന്ന പറഞ്ഞല്ലോ, എപ്പോഴെങ്കിലും ഏതെങ്കിലും കമന്റ് വന്നിട്ട് വിഷമം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചിലര് എന്താണ് ഇബിലീസ് ഒരാളെ എഴുതിട്ടേക്കും. അയ്യോ. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ നരകത്തിലെ വെറും കൊള്ളി എന്നൊക്കെ പറഞ്ഞു. പറയുന്നവര് പറയട്ടെ, ആരെ മരിക്കും. ഇപ്പൊ എല്ലാരും പോയിട്ട് ആരും തിരിച്ചു വന്നിട്ടില്ല അല്ലേ? പോയവരാരും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ലല്ലോ. നമ്മ നരകത്തിലാണ് സ്വർഗത്തിലാണ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇനിയിപ്പോ ആദ്യം ആരും പോവും. ഇത്രയും പ്രായം വരെ ഞാന് ജീവിച്ചിരുന്നു. ഉമ്മ ഇപ്പം ചെറുപ്പത്തിലെ ഖുറാനൊക്കെ പഠിച്ചതായിരുന്നല്ലോ ഉമ്മ. അപ്പം ഉമ്മായിക്ക് അറിയാലോ, ഉമ്മ ആണെങ്കിൽ വന്ന് ഒരു വീഡിയോ എടുത്തെന്ന് വെച്ചിട്ട് ഉമ്മ നരകത്തിലെ വിറകൊള്ളി ആവോ? അതപ്പോ എന്താ അവരോട് പറയാനുള്ളത്? പിന്നെ അങ്ങനെ വീഡിയോ എടുത്തെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആരും ഇതൊക്കെ ഓരോരുത്തരുടെ ജോലിയായിട്ടാണ് കരുതണത് അല്ലേ? എല്ലാരും എന്ത് ചെയ്യുന്നുണ്ട്, അത് അവരുടെ ജോലിയാണ്. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അവര് ഇപ്പൊ ഒന്ന് തൊട്ട് പിടിച്ചെന്നും പറഞ്ഞിട്ട് അവര് അതിനാടിയൊന്നും പോണല്ലോ. അവര് ആ തൽക്കാലത്തേക്ക് അവരുടേതായ ജീവിതം ജീവിച്ചു പോകാനായിട്ട് അവര് പലതും അങ്ങനെ അഭിനയിച്ചു പോണത്. എന്നാലും അവരെ വീടും കുടുംബമൊക്കെ അവര് നോക്കാതിരിക്കണ്ട. അവർക്ക് വീട്ടിലുള്ളവരടുത്താണ് കൂടുതൽ സ്നേഹം. പിന്നെ ജീവിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് അവര് പല അഭിനയവും കാണിക്കും, അത്രേ ഉള്ളൂ. ഉമ്മയ്ക്ക് അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോ? എനിക്ക് ഇപ്പൊ ഇത്രയും പ്രായമില്ല അഭിനയിക്കാൻ. ഒരു പ്രായത്തിലൊരു ഒരു വേഷം തന്നു കഴിഞ്ഞാല് ഒരു ഉമ്മയുടെ വേഷം തരുവാന്ന് വെച്ചോ, അപ്പൊ അഭിനയിക്കാൻ അഭിനയിക്കും. ഇഷ്ടമാണ്. അപ്പൊ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉമ്മാനെ വിളിച്ചോ, ഉമ്മ അഭിനയിക്കാൻ റെഡി അല്ലയോ? അമ്മായിയമ്മ ഉമ്മ. ഇപ്പൊ എനിക്കുണ്ടല്ലോ ഇപ്പൊ 3 മരുമക്കൾ. ഒരു മോനും ഉണ്ട്, 2 മരുമക്കള് പെൺപിള്ളേരും ഉണ്ട്. അപ്പൊ അവരടുത്തൊക്കെ പറഞ്ഞ ഡയലോഗൊക്കെ നമുക്ക് പറഞ്ഞാ പോലെ. നമുക്ക് ഇത് നിർത്തുന്നതിന് മുമ്പ് ഇതേപോലെ ഉമ്മയുടെ ഒരു വീഡിയോ ഇങ്ങനെ ഞാൻ കണ്ടായിരുന്നു, ഒരു ഡാമിയോ ഗിർ. അതെങ്ങനെ, അതാരാ പഠിപ്പിച്ചത്? ഡാമിയോ ഗിർ ആരോ കമന്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെയ്യാവോ? ഡാമിയോ ഗിർ ഉൻകെ ഉൻകൂർ ഉൻകെ ഡാമിയോ ദും തക് ദും തക് തക് ദും ഉൻകെ ഡാമിയോ ഗിർ ഉൻകെ ഉൻകൂർ ഉൻകെ ഉൻകെ ഉൻകൂർ ഉൻകെ ഉൻകൂർ ഗിർ ഡാമിയോ ഗിർ. അത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ അല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു കമന്റ് നോക്കിയപ്പോ ആരോ ഇട്ടിരിക്കണാണ് ഡാമിയോ ഗിർ ഇങ്ങനെ കാണിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ മോളെ, ഇതിന്റെ അനിയത്തിന്റെ കുട്ടി ഉണ്ടായിരുന്നു ഇവിടെ, പെൺകുട്ടി. ഇതിന്റെ ഇവിടെ കാട്ടി അത്രയും ചെറുതാണ്. ഞാൻ പറഞ്ഞു മോളെ ആ ഡാമിയോ ഗിർ ഒന്ന് എടുത്ത മോളെ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കാണിച്ചിട്ട് ആള് പെൻസിൽ കൊണ്ട് ഇങ്ങനെ ഡാമിയോ ഗിർ ഡാമിയോ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ഓരോ പെൺപിള്ളേര് വന്നിട്ട് ഇങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ